സ്മൃതി പരുത്തിക്കാട്. മണ്ഡല പര്യടനത്തിനിടെ നെയ്യാറ്റിൻകര പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമാണ് കേട്ടത്. കോൺഗ്രസിന് ഇന്നും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിന്റെ ദിവസമായിരുന്നു. 2020 മുതൽക്ക് 21 വരെയുള്ള കാലയളവിലെ പിഴയും പലിശയും അടങ്ങുന്നതാണ് പിഴ. മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാളിന് പിന്നാലെ ആപ് മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടിനെ ഇന്ന് ഇഡി ചോദ്യം ചെയ്തു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചു. തീർപ്പാക്കിയ വിഷയത്തിലാണ് നോട്ടീസെന്ന് ശിവകുമാർ പറയുന്നു. പ്രതിപക്ഷ പാർട്ടികൾ മാത്രം നേരിടുന്ന നടപടികളിൽ കേന്ദ്രത്തിന് എന്താണ് മറുപടി? വിരട്ടലിൽ വീഴും. ചർച്ചയിൽ CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്നും ജിൻഡോ ജോൺ, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു എന്നിവരാണ്. ആദ്യം ശ്രീ ഉല്ലാസ് ബാബു, പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് മാത്രം നേരിടേണ്ടി വരുന്നതാണ് നിയമ നടപടികൾ. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നാണ് ആപ്പിന്റെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ BJP ആവർത്തിച്ചു പറഞ്ഞത്. പക്ഷെ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരല്ല, നിയമത്തിന് മുന്നിൽ വരുന്നത് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മാത്രമാണ്. എന്തുകൊണ്ടാണ്? അല്ല, അതൊരു രാഷ്ട്രീയ ആരോപണമാണല്ലോ. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഇതേപോലെയുള്ള വിവാദങ്ങളും കാര്യങ്ങൾക്കും പുറകെ പോകാൻ ഞങ്ങളെ സംബന്ധിച്ച് അതിന് സമയമില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇന്ന് പ്രധാനമന്ത്രിയുടെ കാര്യകർത്താക്കളോട് സംസാരിക്കുന്ന യോഗത്തിലും അദ്ദേഹം പറഞ്ഞത് 10 വർഷക്കാലം BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ള വികസന നയങ്ങൾ ജനങ്ങളോട് സംവദിക്കുക, അത് കൃത്യമായി അവരിലേക്ക് പ്ലേസ് ചെയ്യുക, അവർക്ക് അത് ബോധ്യപ്പെടണം എന്നുള്ളതാണ്. ഞങ്ങൾ അതിൻ്റെ പുറകിലാണ്. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഒരു ഏജൻസി നടത്തുന്ന അന്വേഷണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ നേരിടുന്ന ആരോപണങ്ങളെക്കുറിച്ചൊന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ ഞങ്ങളാരും തയ്യാറാകുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികളുണ്ട്, അത് ജനങ്ങളിൽ എത്തിക്കേണ്ട ബാധ്യതയുണ്ട്. അത് ജനകീയ കോടതിയിൽ ചർച്ച ചെയ്ത് മാക്സിമം വോട്ടും മാക്സിമം സീറ്റും ഞങ്ങൾ വാങ്ങിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു നിയമം നിങ്ങളെ ബാധിക്കാതെ ഒരേ പിഴവ് വരുത്തുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, അത് കോൺഗ്രസും BJPയും ആകുമ്പോൾ കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കുമുണ്ട്. കോൺഗ്രസും ഒരേ സമയത്ത് ഒരേ കാലയളവിലെ പിഴവാണ് ഞാൻ പറയുന്നത്. ഒരേ കാലയളവിലെ പിഴവ് വരുത്തുമ്പോൾ അതിന് കോൺഗ്രസിന് മാത്രം പിഴ അടക്കേണ്ടി വരുന്നു, BJPക്ക് അടക്കേണ്ടി വരുന്നില്ല. BJPക്ക് നോട്ടീസുമില്ല, ചോദ്യവുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? നോക്കൂ, ഒരു അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഏജൻസി, അന്വേഷണ ഏജൻസി എന്ന് പറയാൻ പറ്റില്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റ് അസസ്മെൻറ്റ് പ്രകാരം കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക്, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന കോൺഗ്രസ് പാർട്ടിക്ക് നോട്ടീസ് അയക്കുന്നു. അവർ അതിനെതിരെ ട്രിബ്യൂണലിൽ പോകുന്നു, അതിനെതിരെ അപ്പലേറ്റ് അതോറിറ്റിയിൽ പോകുന്നു, അതിനുശേഷം ഡൽഹി ഹൈക്കോടതിയിൽ പോകുന്നു. ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാത്തത് കൊണ്ടാണ്. നിങ്ങളുമുണ്ട്. ഞാൻ ചോദിക്കുന്നത് ശ്രീ ഉല്ലാസ് ബാബുവിന് മനസ്സിലാവാഞ്ഞിട്ടാണോ? ശ്രീ ഉല്ലാസ് ബാബു, ഇല്ലല്ല, പല വർഷങ്ങളിലേതിലേതായി ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ആ ചോദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെ. താങ്കൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിക്കായി. 2017-18 199 കോടി രൂപയാണ് കോൺഗ്രസിന് കിട്ടിയത്. അതിൽ 14 ലക്ഷത്തിന്റെ സോഴ്സ് കാട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു ആരോപണം. അതിന്മേലാണ് നോട്ടീസ് കൊടുത്തത്. അതിൽ ഇലക്ഷൻ കമ്മീഷന്റെ പെർഫോമയിൽ പറയുന്ന 3 കാര്യങ്ങളാണ് പറയേണ്ടത്. പേര്, വിലാസം, പൈസ ആണല്ലോ. അതിൽ പേരും വിലാസവും ഒന്നും BJPയുടേതില്ല. BJPക്കും അതേ കാലയളവിൽ 42 കോടി രൂപയുടെ കണക്ക് BJP കാണിച്ചിട്ടില്ല. കോൺഗ്രസ് കാണിക്കാതിരുന്നത് 14 ലക്ഷത്തിന്റെയാണ്, BJP കാണിക്കാതിരുന്നത് 42 കോടി രൂപയുടെ കണക്കാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ 135 കോടിയാണ് 7 വർഷത്തിന് ശേഷം, ആ വർഷത്തെ കാലയളവിന് 135 കോടിയാണ് കോൺഗ്രസിന് പിഴയിട്ടിരിക്കുന്നത്. അതായത് 106% അധികമാണ് പിഴയായി ചുമത്തിയിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് 2017-18 വർഷത്തെ മാത്രമാണ് കേട്ടോ. അതേ സമയത്ത് BJPയും കണക്ക് കാണിച്ചിട്ടില്ല. അപ്പോൾ എത്രയാണ്? ഒരു മിനിറ്റ്, 42 കോടി. അങ്ങനെ വരുമ്പോൾ ഈ 7 വർഷത്തെ പിഴ എത്രയായിരിക്കുമെന്നോ? 4600 കോടി. ആ പിഴ അടക്കേണ്ടതാണ് BJPയോട് ചോദ്യവുമില്ല, BJPക്ക് ഉത്തരം പറയേണ്ടതുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരല്ലേ? BJPക്ക് നിയമത്തിന് മുമ്പ് എല്ലാവരും സമന്മാരാണ്, ആരും നിയമത്തിന് അധീതരുമല്ല. അങ്ങനെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടുമില്ല.
ഇവിടെ സ്മൃതി പരുത്തിക്കാട് ഉന്നയിച്ച പറയട്ടെ, തിരക്കെടുക്കാതിരിക്കും. ഞാൻ കൃത്യമായിട്ട് എന്നെ കൊണ്ടാവുന്ന എല്ലാ മറുപടിയും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതായത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് നോട്ടീസ് അയക്കാത്ത എന്തുകൊണ്ടാണ്? കോൺഗ്രസ് നോട്ടീസ് അയച്ചു. ഇതാണല്ലോ സ്മൃതി പരുത്തിക്കാടിൻ്റെ ചോദ്യം. അത്ര കൃത്യമാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം പറയുന്നു. ഇവിടെ ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ അത് BJPക്ക് ആണെങ്കിലും കോൺഗ്രസ്സിനാണെങ്കിലും അവർക്ക് കൊടുക്കേണ്ട കടലാസുകളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ നോട്ടീസ് അയക്കും. സ്വാഭാവികമാണ്. അതിനെ റെക്ടിഫൈ ചെയ്യേണ്ടത് റെക്ടിഫൈ ചെയ്യും, റെഗുലറൈസ് ചെയ്യേണ്ടത് റെഗുലറൈസ് ചെയ്യും. ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതാണ്. കോൺഗ്രസിൻ്റെ വന്ന നോട്ടീസിൻ്റെ ഉത്തരവാദിത്വവും കോൺഗ്രസ്സിനാണ്. അത് തിരിച്ച് അത് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ്സിനാണ്. BJPക്ക് അങ്ങനെ നോട്ടീസ് വന്നാൽ BJPയുടെ കൃത്യമായിട്ടുള്ള ഓഫീസ് സിസ്റ്റം ഉണ്ട്, BJPക്ക് നോട്ടീസ് വരാത്തത് എന്തുകൊണ്ടാണെന്നതാണ്. BJPക്ക് നോട്ടീസ് വരില്ലെന്നേ, BJPക്കും വരില്ല, NDAയിലേക്ക് വന്ന ഒരു പാർട്ടിക്കും വരില്ല. അത് എങ്ങനെയാണ്? അത് സ്മൃതി പരുത്തിക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അയക്കേണ്ട നോട്ടീസ് ആർക്കാണെങ്കിലും കൃത്യമായിട്ട് അയക്കും. BJPക്ക് അയക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ അവർ പരിശോധിച്ച് അത് കൃത്യമായി അയച്ചുകൊള്ളും. നമ്മൾ എന്തിനാണ് കാണാപ്പടം വായിക്കുന്നത്? കാണാപ്പാടവും അവിടെ ഇവിടെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലുള്ള വിവരങ്ങളാണ്. നിങ്ങൾ പിഴവ് വരുത്തിയത് ഇത്രയാണ്, നിങ്ങൾ സോഴ്സ് കാണിക്കാത്ത കണക്ക് ഇത്രയാണ് എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിലുള്ളതാണ്. പക്ഷേ നിങ്ങൾക്കില്ല നോട്ടീസ്, കോൺഗ്രസിനുണ്ട് നോട്ടീസ്, CPIക്കുണ്ട് നോട്ടീസ്, CPMനുണ്ട്, തൃണമൂലിനുണ്ട്. അതാണ് ചോദ്യം. കോൺഗ്രസിനെ പോലെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളും വ്യക്തമായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ. അവർ പരാതി കൊടുത്തോട്ടെ, പരാതി ഉന്നയിക്കാമല്ലോ, അവർക്ക് ഉന്നയിക്കാമല്ലോ. ഡിപ്പാർട്ട്മെന്റിനോട് പരാതി പറയാലോ. ഇവർക്ക് ഉന്നയിച്ച നോട്ടീസ് എന്തുകൊണ്ട് മറ്റാർക്ക് കൊടുക്കില്ല? അവർ കൊടുത്തോട്ടെ. താങ്കളുടെ മറുപടി വളരെ ദുർബലമായി പോയി. സാരമില്ല, താങ്കൾക്ക് പറയാൻ അത്രേ പറ്റുകയുള്ളൂ. ശ്രീ ജിൻഡോ ജോൺ, നിങ്ങൾക്ക് പിഴവ് പറ്റി എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ശ്രീ ജിൻഡോ ജോൺ, പിഴവ് പറ്റിയിട്ടുണ്ട്, ഞങ്ങൾക്ക് മാത്രമല്ല അവർക്കും പറ്റിയിട്ടുണ്ടല്ലോ എന്നൊരു വാദം നിങ്ങൾക്ക് ഉന്നയിക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ആദായ നികുതി ടാക്സ് അടക്കേണ്ടതില്ല, അതിൽ എക്സംഷൻ ഉണ്ട് എന്നൊരു വാദമുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ ചില കണക്കുകൾ IT വകുപ്പിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുള്ളത്. ആ വീഴ്ച പറ്റിയത് കൊണ്ടാണ് നിങ്ങൾ 2 തവണ ഹൈക്കോടതിയിൽ പോയിട്ടും അവിടെ ഹർജി തള്ളിപ്പോയത്. അപ്പോൾ ആ വീഴ്ചയിൽ നിങ്ങൾക്ക് ഇനി എന്താണ് വഴി മുന്നിൽ? സ്മൃതി, അതിൽ കുറച്ച് ഭാഗം ശരിയാണ്, കുറച്ച് നമ്മൾ ക്ലാരിറ്റി ആവശ്യമുള്ളതുമാണ്. ഇതിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. സാങ്കേതികമായിട്ടാണെങ്കിലും ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇല്ലെന്ന് പറഞ്ഞതിലൊന്നും അർത്ഥമില്ല, സാങ്കേതികമായിട്ടാണെങ്കിൽ പോലും. പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് എന്താ? രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും അതിന് തൊട്ട് മുമ്പും ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ നോട്ടീസുകൾ അയക്കുന്നത് ജനാധിപത്യ രീതിക്ക് ചേർന്നതാണോ എന്ന് ഇത് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല, അവരത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതിലൊരു സംശയവുമില്ല. ഇപ്പോൾ താങ്കൾ തന്നെ BJPയുടെ പ്രതിനിധിയോട് ചോദിച്ച ചോദ്യം, അദ്ദേഹം അതിനൊരു മറുപടി പോലും പറഞ്ഞില്ല. ഇപ്പൊ കോൺഗ്രസിന് 14 ലക്ഷം രൂപയുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട 14 ലക്ഷം രൂപയുടെ കണക്കുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി പ്രശ്നത്തിൽ കോൺഗ്രസിന് 106% എന്ന് വെച്ചാൽ 135 കോടി രൂപയുടെ ഫൈൻ ഈടാക്കി പിടിച്ചെടുത്തു. അതേ കാലഘട്ടത്തിൽ BJPയുടെ 42 കോടി രൂപയുടെ ഫൈൻ ഇവർ ഈടാക്കുന്നില്ല. അത് മാത്രം ഏകദേശം കോൺഗ്രസിനോട് കാണിച്ച മാനദണ്ഡമാണെങ്കിൽ അത് പ്രകാരം ഏകദേശം 4700ഓളം കോടി രൂപ ഫൈൻ അടപ്പിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു നോട്ടീസ് BJPക്ക് ആദായ നികുതി വകുപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടോ? അത് BJPയുടെ പ്രതിനിധി പറയണം. രണ്ടാമത്തത്, ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അടക്കം പ്രസിദ്ധീകരിക്കപ്പെട്ട വിവരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ കക്ഷികൾക്ക് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP ഒരു വശത്ത് ഇലക്ട്രൽ ബോണ്ടിലൂടെ മാത്രം 10,000 കോടി രൂപ കൈവശപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ PM കെയേഴ്സ് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ഒരാൾക്ക് പോലും ഒരു വിവരങ്ങളും ലഭ്യമല്ലാത്ത രീതിയിൽ ചൈനീസ് കമ്പനികളിൽ നിന്നടക്കം 10,000 കോടി BJPയിലേക്ക് എത്തുന്ന സാഹചര്യം. ഇതൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് അവർ ഒഴുക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് മാത്രം IT ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ നോട്ടീസ് അയക്കുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും പണം പിടിച്ചെടുക്കുകയും വീണ്ടും നോട്ടീസ് അയച്ച് അവരെ ഭീഷണിപ്പെടുത്തുകയും വേട്ടയാടുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭ തുടങ്ങി ലോകത്തെ വിവിധ രാജ്യങ്ങൾ
ജനാധിപത്യ രാജ്യങ്ങളെല്ലാം ഇതിനെ സാഹൂതം നോക്കിക്കാണുകയാണ്, ആശങ്ക അറിയിക്കുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ട്രൽ ഓട്ടോക്രസിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. BJP ഏകപക്ഷീയമായിട്ട് അവർക്ക് ജയിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ശ്രമിക്കുന്നു. പക്ഷേ അവരുടെ ഭയത്തിൽ നിന്നാണ് ഈ സാഹചര്യങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. എന്തൊക്കെ പൊളിറ്റിക്കൽ ഗിമ്മിക്ക് കാണിച്ചു, ഇതെല്ലാം നടത്തിയിട്ടും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ജനാധിപത്യ ചേരി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നത് കൊണ്ടാണ് സാമ്പത്തികമായി കൂടി പ്രതിപക്ഷ ചേരിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇവിടെ കോൺഗ്രസിനെതിരെ വന്നത് മാത്രമല്ല, CPI എന്ന് പറഞ്ഞൊരു പാർട്ടി അവർക്ക് കൊടുത്തിരിക്കുക കോടിക്കണക്കിന് രൂപയുടെ പിഴ ഈടാക്കുന്ന നോട്ടീസ്. അതിൽ എന്താ പറയുന്ന അവര് കൊടുത്ത പാൻ കാർഡുമായി ബന്ധപ്പെട്ട പാൻ കാർഡിലെ ക്ലാരിറ്റിയാണ് പ്രശ്നം. ഒരു പാൻ കാർഡിന്റെ കോപ്പി അതിന്റെ നമ്പർ കൊടുക്കുന്നതിന്റെ ക്ലാരിറ്റിയുടെ പ്രശ്നത്തിൽ അവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഈടാക്കുമ്പോൾ ആ പാർട്ടിയോട് പോലും ഈ സമീപനമാണെങ്കിൽ കോൺഗ്രസിനോട് ഇവർ ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്ന ശക്തി കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേപോലെ ഇല്ലായ്മ ചെയ്യാനുള്ള BJP അജണ്ട നടപ്പാക്കുന്ന ഒരു ഘടകകക്ഷി, NDAയുടെ ഘടകകക്ഷിയായിട്ട് മാത്രമേ നമുക്ക് ഈ IT ഡിപ്പാർട്ട്മെന്റിനെ കാണാൻ പറ്റൂ. EDയെ ഉപയോഗിച്ച് വേട്ടയാടുന്നു, ഇലക്ട്രൽ ബോണ്ടിലേക്ക് പണം സ്വീകരിക്കുന്നു. IT ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ ചേരിക്കെതിരെ നോട്ടീസ് അയക്കുന്നു, പണം പിടിച്ചടക്കുന്നു, അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. സമസ്ത മാർഗങ്ങളും നോക്കിക്കൊണ്ട് പ്രതിപക്ഷ ചേരിയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇന്നും കോൺഗ്രസിന് നോട്ടീസ് ലഭിച്ചു. ഇന്ന് ആപ്പിന്റെ മറ്റൊരു മന്ത്രിയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു. ഇന്ന് DK ശിവകുമാറിന് നോട്ടീസ് ലഭിച്ചു. തീർപ്പാക്കിയ വിഷയത്തിലാണ് വീണ്ടും നോട്ടീസ് എന്നാണ് DK ശിവകുമാർ പറയുന്നത്. DK ശിവകുമാറിനെ നിരന്തരം വേട്ടയാടിയതൊക്കെ നമുക്ക് മുന്നിൽ നേരത്തെയും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ രൂപത്തിൽ പ്രതിപക്ഷത്തിലെ വിവിധ പാർട്ടികളെ, കോൺഗ്രസ് എന്നില്ല, CPM എന്നില്ല, CPI എന്നില്ല, തൃണമൂൽ എന്നില്ല, എല്ലാ പാർട്ടികളെയും ഒരുപോലെ പിടികൂടാനുള്ള ഒരു ശ്രമം ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്താണ് മുന്നിലുള്ള വഴി? ഇവിടെ 350 സീറ്റ് നേടും, 400 സീറ്റ് ഒറ്റയ്ക്ക് നേടും എന്നെല്ലാം പറഞ്ഞ് വളരെയധികം വീരവാദങ്ങൾ മുഴക്കി BJP തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. പക്ഷെ ഓരോ ദിവസവും കൂടുതൽ ഭയപ്പെടുന്നതും എല്ലാ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയും നിരന്തരം ചൊലുത്തുന്നതുമെല്ലാം നാം കാണുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയമായപ്പോഴേക്കും ജയിലിലടച്ചത്, മറ്റൊരു മുഖ്യമന്ത്രി ജാർഖണ്ഡിൽ ജയിലിൽ കിടക്കുന്നു. അതുപോലെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ പൂർണ്ണമായും ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം നാം കാണുകയാണ്. ഇപ്പോ MLA-മാരെ വിലക്കെടുക്കാൻ, MP-മാരെ വിലക്കെടുക്കാൻ, അതുപോലെ ചില സംസ്ഥാന പാർട്ടികളെ ദുർബലപ്പെടുത്താൻ, ദേശീയ പാർട്ടികളെ വിഭജിക്കാൻ എല്ലാം അന്യാധീനമായി പണം മുടക്കി NDAയും BJPയും നടത്തിയ ശ്രമങ്ങൾക്ക് പുറമെ ഇപ്പോൾ EDയെ കാണിച്ച് ഭയപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ട് മേടിച്ച വാർത്തകൾ വരെ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ആദായ നികുതി വകുപ്പിനെ ഇതിനു വേണ്ടി ഉപയോഗിച്ചു. 41ഓളം കമ്പനികളിൽ നിന്ന് 2741 കോടി രൂപ ED വന്ന്, ആദായ നികുതി വകുപ്പ് വന്ന് പരിശോധന നടത്തി ചില രേഖകൾ എടുത്തുകൊണ്ട് പോയി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ BJPക്ക് വലിയ ഇലക്ട്രൽ ബോണ്ട് കിട്ടിയ വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ച വളരെ സജീവമായി നമ്മളെല്ലാം ചർച്ച ചെയ്താണ്. ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 കാര്യങ്ങളാണ് ഉയർന്നു വന്നത്. ആദ്യത്തെ ആരോപണത്തിലെന്താ? ആദായ നികുതി കണക്ക് അസസ്മെന്റ് ഇയറിൽ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുക്കാൻ 2018-19 33 ദിവസം ഡിലേ വന്നു. അതുപോലെ തന്നെ 14 ലക്ഷം രൂപ ആ കണക്കിൽ കൃത്യമായിട്ട് കാണിച്ചില്ല, ക്യാഷ് ആയിട്ട് വന്ന് കണക്കിൽ കാണിച്ചില്ല എന്നതായിരുന്നു ആദ്യത്തെ ആരോപണം. അതിനുശേഷം 2014 മുതൽ 2021 വരെയുള്ള 8 വർഷം അത് ക്ലോസ് ചെയ്ത പല കണക്കുകളും റീഓപ്പൺ ചെയ്തിട്ട് അതിൽ ചില ക്യാഷ് ഡൊണേഷനും ചില ട്രാൻസാക്ഷനും കണ്ടെത്തി എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആരോപണം. മൂന്നാമത്തെ ആരോപണം 30 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1994-95 കൃത്യമായി പറഞ്ഞാൽ സീതാറാം കേസരി കോൺഗ്രസിന്റെ ട്രഷറർ ആയിരിക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്യാഷ് വന്നിട്ടുണ്ട്. അത് 30 വർഷം കഴിഞ്ഞ് റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും അവസാനം 2017-2021 അസസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയി, കോടതി അതിന്റെ കേസ് തള്ളി. ഇപ്പോൾ 1700 കോടി രൂപയോളം വിശദീകരണം ചോദിച്ചുകൊണ്ട് പൈസ അടയ്ക്കാനുള്ള ഡയറക്ഷൻ കൊടുത്തു. ഇന്ന് അത് കൂടാതെ 5ാമതും 6ാമതും ആയിട്ടുള്ള നോട്ടീസ് കിട്ടി എന്നതാണ് ശ്രീ ജയറാം രമേശ് പത്രസമ്മേളനം വിളിച്ച് പത്രക്കാരെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഫെബ്രുവരി മാസത്തിലാണ് ഈ വാർത്ത ആദ്യം പുറത്തു വരുന്നത്. തുക പറഞ്ഞിട്ടില്ല. അതായത് 8 വർഷം മുമ്പുള്ള, അതായത് 2016 മുതൽ 2014 മുതലുള്ള കണക്കുകൾ കൊടുത്ത് ക്ലോസ് ചെയ്ത അസസ്മെന്റ് ഇയറിലെ വീണ്ടും പരിശോധിക്കുകയാണ്, വീണ്ടും പൊടി തട്ടിയെടുക്കുകയാണ്. ആ പൊടി തട്ടിയെടുത്തിട്ട് ഇത്ര കോടി രൂപ ക്യാഷ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചുകൊണ്ടേയിരിക്കുക. തെരഞ്ഞെടുപ്പ് സമയത്ത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ കണക്ക് കൃത്യമായി ഫ്രീസ് ചെയ്യുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ താങ്കൾ ചോദിച്ചു, ഇതേ വയലേഷൻ
BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഓരോ വർഷവും ഇപ്പൊ ഈ 4-5 വർഷം കോൺഗ്രസിന്റെ വയലേഷൻ കണക്ക് കൂട്ടിയെടുത്ത് കൃത്യമായി നോട്ടീസ് അയച്ചത് എടുത്ത് പരിശോധിച്ചാൽ അതേ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ കോൺഗ്രസിന്റെ വയലേഷൻ 2016-17 694 കോടി രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് അയക്കണം ആദായ നികുതി വകുപ്പ്. 2017-18 670 കോടി രൂപ, 2018-19 1405 കോടി രൂപ, 2019-20 1847 കോടി രൂപ. അങ്ങനെ നോക്കിയാൽ 4617 കോടി രൂപ ഈ 6 വർഷം, അതായത് കോൺഗ്രസിന്റെ ഇപ്പോൾ കണക്ക് കൂട്ടി 1700 കോടി രൂപ എന്ന് കണക്ക് കൂട്ടി ആദായ നികുതി വകുപ്പ് പ്രത്യേകമായിട്ടുള്ള ഡിമാൻഡ് അയച്ചത് അതേ മാനദണ്ഡം പാലിച്ചാൽ അതിന്റെ 3 ഇരട്ടി BJP ആദായ നികുതി അടയ്ക്കണം. അതെങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടിയും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ സെക്ഷൻ 29C അനുസരിച്ച് ഓരോ സാമ്പത്തിക വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുക്കണം. 20,000 രൂപയിൽ കൂടുതലായി വരുന്ന എല്ലാ സംഭാവന ഏത് വ്യക്തിയാണ് തന്നത്, ആ വ്യക്തിയുടെ അഡ്രസ്സ്, കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ അഡ്രസ്സ്, തുക വച്ച് ഫോം 24A പ്രകാരം കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കണം. ആ 24A കൊടുക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് കൃത്യമായി ആദായ നികുതി വകുപ്പിന് കൊടുത്ത് സെക്ഷൻ 13A പ്രകാരം ആദായ നികുതി അടയ്ക്കൽ നിന്നുള്ള എക്സംഷൻ വാങ്ങിക്കുന്നത്. അപ്പോ ഇവിടെ BJP ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്കും ആ കണക്ക് അതിന്റെ കോപ്പി ആദായ നികുതി വകുപ്പിന് കൊടുക്കുന്നതും അതിലെ കണക്കിന്റെ വേരിയേഷനും വരുമ്പോൾ 4617 കോടി രൂപയുടെ ഡിമാൻഡ് ഇപ്പോൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ അത് കൊടുക്കുന്നില്ല. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതേ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നു. അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ സാധിക്കാതെ വരുന്നു. മറ്റു തരത്തിൽ നേതാക്കന്മാർക്കെതിരെ നോട്ടീസ് അയക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും കടുത്ത ഭീഷണിയിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. ED, CBI, NIA, അതുപോലെ കസ്റ്റംസ്, അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിനെ ദുരുപയോഗം ചെയ്ത് എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേട്ടപ്പട്ടി പോലെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ പറഞ്ഞുവിട്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് കോടികൾ സമ്പാദിക്കുക, മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് 5 പൈസ കിട്ടാതിരിക്കുക, അങ്ങനെ ജനാധിപത്യത്തിന്റെ മഹോത്സവമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് അങ്ങനെയെങ്കിലും മൂന്നാമത്തെ ഭരണത്തിൽ വരാൻ കഴിയുമോ എന്ന് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണി നേരിടും. കാരണം ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമുള്ള എല്ലാ അവകാശം അത് BJP ഓഖാനിച്ചു നിന്ന് അവരുടെ അടുത്തുനിന്ന് മേടിച്ചെടുക്കേണ്ടതല്ല, BJP-യുടെ ഔദാര്യമല്ല. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശമാണ്, ജനാധിപത്യ വിശ്വാസികളുടെ അവകാശമാണ്. ആ അവകാശത്തിന് വേണ്ടി എത്ര ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടി വന്നാലും എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും, അതിൽ സംശയമില്ല. ശരി, ശ്രീ ഉല്ലാസ് ബാബു, എന്തിനാണ് ഇത്ര വെപ്രാളം കൊണ്ടാണ് ഇങ്ങനെ ഏജൻസികളെ നാലുപാടേക്കും ഓടിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ കരുതുന്നത്? ഇപ്പോൾ പ്രതിപക്ഷം മാത്രമല്ല, ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ച് കണ്ടില്ലേ, ലോകരാജ്യങ്ങൾ നോക്കുന്നു, ഐക്യരാഷ്ട്രസഭ നോക്കുന്നു, അമേരിക്ക, ജർമ്മനി വിമർശിച്ച രാഷ്ട്രങ്ങളാണ്. ഇത് കൂടാതെ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പ്രതികരണം വന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ UN പറഞ്ഞു ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നുവെന്ന്. അങ്ങനെ പറയിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം മോദിക്കില്ലേ? ഇന്ത്യയിൽ നടക്കുന്നത് ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ തന്നെയാണ്. ഇതിൽ രാഷ്ട്രീയമായിട്ട് വരുൺകുമാർ കോൺഗ്രസ് വക്താവിനേക്കാൾ മനോഹരമായി കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്തു. വളരെ സന്തോഷം. ശ്രീ അരുൺകുമാർ പറഞ്ഞ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹം പ്രതിപക്ഷ സംഘടനയായതുകൊണ്ട് അദ്ദേഹത്തിനത് പറയാൻ അവകാശമുണ്ട്, ജിൻഡോന് അവകാശമുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുന്നതിൽ എന്താ അവിടെ തെറ്റുള്ളത്? ഏജൻസികൾ മുഴുവൻ BJP ഓറിയന്റഡ് ആയി പറഞ്ഞയക്കുന്നതാണ് എന്ന് നിങ്ങളല്ലേ പറയുന്നത്? അജന്റിക്കലായിട്ടുള്ള പൊളിറ്റിക്കൽ തോട്ട് ഉള്ളത് കൊണ്ടല്ലേ? അതല്ല, ഒരു കാര്യമില്ല. ഇതിനകത്ത് BJP കൊണ്ടുവരുന്ന അന്വേഷണ ഏജൻസികൾ എന്ന് നിങ്ങൾ പറഞ്ഞ BJP ദേശീയ അധ്യക്ഷൻ പറഞ്ഞു വിടുന്നതനുസരിച്ചാണോ ഇവിടുത്തെ അന്വേഷണങ്ങൾ നടന്നു പോകുന്നത്? നിങ്ങളുടെ ആരോപണമല്ലേ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസ് ഇന്ന് നേരിടുന്ന രാജ്യത്തെ അരിഭക്ഷണം കഴിക്കുന്ന ഓരോ മനുഷ്യനും കാണുന്നത്, ശ്രീ ഉല്ലാസ് ബാബു, അരിഭക്ഷണം കഴിക്കുന്ന ഓരോ മനുഷ്യനും കാണുന്നത് ഒന്നുകിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഘട്ടത്തിൽ വലിയ കേസുകൾ നേരിടുക, ഏറ്റവും വലിയ അഴിമതിക്കാരനെന്ന് നിങ്ങൾ തന്നെ പ്രസംഗത്തിൽ പറയുക, അതേ നേതാക്കൾ നിങ്ങളുടെ മുന്നണിയിലേക്ക് വരുമ്പോൾ നല്ലയാളായി, പിന്നെ അയാൾക്ക് ഒരു കേസുമില്ല, ഒരു അന്വേഷണവുമില്ല, ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ആളായി കഴിയുമ്പോൾ അയാൾ പൂർണ്ണമായും കുറ്റവിമുക്തനാവുകയാണ് നിങ്ങളുടെ കണ്ണിൽ. എത്ര നേതാക്കളുണ്ട്? ഏറ്റവും ഒടുവിൽ പ്രഫുൽ പട്ടേൽ, അതിനു മുമ്പുണ്ട് അജിത് പവാർ, അശോക് ചവാൻ, എത്ര നേതാക്കളുണ്ട്? നിങ്ങൾ അഴിമതിക്കാരെന്ന് ആവർത്തിച്ച പ്രസംഗങ്ങൾ, രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പറഞ്ഞ നേതാക്കളല്ലേ? അവരുടെ അഴിമതിയൊക്കെ പോയോ? 5000-ന്റെ 20,000 കോടിയുടെ അഴിമതി നടത്തിയ നേതാക്കളൊക്കെ ഇപ്പോൾ ക്ലീൻ ആയോ?
കഴിയുമ്പോ ഒന്ന് പറയണേ. ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ ചോദിക്കുന്നതിന് ഉത്തരമില്ല. ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായില്ല. അല്ല, അതിന് ഞാൻ കൃത്യമായ ഉത്തരം മറുപടി പറയാൻ നിങ്ങൾ വേണമല്ലോ. സമ്മതിക്കണ്ടപ്പാ. നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന ഇല്ല 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 എന്ന് ഞാൻ കൃത്യമായി മറുപടി പറയാമെന്ന്. ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ് നടത്തിയിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് 2023 നിങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടി കൊടുത്ത പരാതി എന്താ? ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് അരവിന്ദ് കെജ്രിവാളിന്. ഡൽഹിക്കകത്ത് കോവിഡ് വന്നവരെ നോക്കാൻ നേരമില്ല, അദ്ദേഹത്തിന് സ്കാം നടത്താനാണ് നേരമെന്ന് പറഞ്ഞ ഇതേ ആളുകൾ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്ന രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടല്ല നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് ചെയ്യണം. പ്രഖ്യാപിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പാടില്ല. അതാണ് മര്യാദ. അതാണ് രാഷ്ട്രീയ മര്യാദ, ജനാധിപത്യ മര്യാദ. ജനാധിപത്യ മര്യാദ എന്നൊന്നുണ്ട് ശ്രീ ഉല്ലാസ് ബാബു. നിങ്ങൾക്കില്ലാത്തതും അവർക്കുള്ളതും അതാണ്. പാർട്ടിയുടെ നേതാക്കന്മാർ പോയിട്ടല്ലോ അറസ്റ്റ് ചെയ്തത്. അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു, എന്ന രാജ്യത്തെ ഒരു നിങ്ങൾ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ മാത്രം വേട്ടയാടുന്നു. മാത്രം പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ മാത്രം. 95% പേരും ഇല്ല ഇല്ല 95% ഇ ഡി വേട്ടയിൽപ്പെടുന്ന 95% നേതാക്കളും പ്രതിപക്ഷത്തുള്ളവരാണ്. കണക്കുകളുണ്ട് മുന്നിൽ. നിങ്ങൾ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കൂ, ഒരു ബി ജെ പി നേതാവിനെ ചൂണ്ടിക്കാണിക്കൂ, ഒരു എൻ ഡി എ നേതാവിനെ ചൂണ്ടിക്കാണിക്കൂ. ശ്രീ ഉല്ലാസ് ബാബു ഒരു എൻ ഡി എ നേതാവിനെ ചൂണ്ടിക്കാണിക്കൂ. അഴിമതിയിൽ കുരുങ്ങി നിങ്ങൾ പുറത്താക്കിയ നേതാവിനെ ചൂണ്ടിക്കാണിക്കൂ. എന്തുകൊണ്ട് ജാമ്യം കിട്ടിയില്ല? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും BJP കേന്ദ്രീകൃതമാണെന്ന് നിങ്ങൾ ആരോപിക്കുന്നുണ്ടോ? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നിരവധി തവണ ജാമ്യാപേക്ഷയ്ക്ക് പോയിട്ട് ഇവരുടെ ഉപമുഖ്യമന്ത്രിക്ക് ഇന്നും വരെ ജാമ്യം കിട്ടിയില്ല. ഈ 9 തവണ സമൻസ് വന്നല്ലോ. സാമ്പത്തിക കുറ്റകൃത്യം എന്ന വലിയ കുരുക്കിൽപ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ജാമ്യമില്ലല്ലോ, അകത്ത് കിടക്കണമല്ലോ, തെളിയിക്കേണ്ട അവരാണല്ലോ, നിങ്ങളല്ലല്ലോ. അതല്ലേ അവസ്ഥ? നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അത് ചെയ്യാം. നിങ്ങൾക്ക് എതിരാളികളായ രാഷ്ട്രീയ നേതാക്കളെ നിങ്ങൾ അകത്തിടും. അരവിന്ദ് കെജ്രിവാളാ അറസ്റ്റ് ചെയ്യണമെന്നും അറസ്റ്റ് വരിക്കണമെന്നും അതിലൂടെ സിമ്പതി പൊളിറ്റിക്സ് ഉണ്ടാക്കണമെന്നും തീരുമാനിച്ചതും ടൈമിംഗ് ഫിക്സ് ചെയ്തതും അരവിന്ദ് കെജ്രിവാളാ. 6 മാസം മുൻപ് കൊടുത്ത 1ാം സമൻസിന് അദ്ദേഹം കൊടുത്തില്ലല്ലോ, 2ാം സമൻസിന് അദ്ദേഹം നിയമപരമായ സമൻസ് അല്ലെന്നാണ് ആപ്പിന്റെ മറുപടി. ആ സമൻസ് ഒന്നും നിയമപരമായിരുന്നില്ല. എന്താ കാരണം? മുഖ്യമന്ത്രിക്കാണോ വ്യക്തിപരമായിട്ടാണോ ആ സമൻസ് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇ ഡി നൽകിയില്ല. ഇ ഡി കൃത്യമായ മറുപടി നൽകി. ഞാൻ പറയുന്ന ആപ്പിന്റെ വാദമാണ് ശ്രീ ഉല്ലാസ് ബാബു, ആപ്പിന്റെ വാദമാണ് ഞാൻ പറയുന്നത്. ഇൻട്രീം പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ പോയോ? ആ കേസ് തള്ളിയോ? അത് ചോദ്യം ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞോ? എന്താ ചെയ്താൽ കുറ്റമെന്ന് കോടതി ചോദിച്ചോ? എന്നെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞോ? കോടതി ആ പെറ്റീഷനും താങ്കൾ ഇങ്ങനെ പറഞ്ഞു പോകല്ലേ? ഇപ്പോൾ അകത്ത് കിടക്കുന്ന മനീഷ് സിസോദിക്കെതിരെ എന്ത് തെളിവെന്ന് കോടതി ചോദിച്ചില്ലേ? ഇതുവരെ കൊടുത്തോ? എന്താണ് തെളിവ്? നേരിട്ട് ഈ മദ്യനയ അഴിമതി കേസിൽ നേരിട്ട് പണം കൈപ്പറ്റിയതിന് എന്ത് തെളിവാണുള്ളത്? ഇതുവരെയും ഇല്ല തെളിവ്. നിങ്ങൾക്ക് തെളിവ് ഏതാണ്? 4 മാപ്പ് സാക്ഷികൾ, പിന്നീട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ 4 മാപ്പ് സാക്ഷികൾ അല്ലേ? BJPക്ക് വേണ്ട പോലെ പണം നൽകിയവരല്ലേ മാപ്പ് സാക്ഷികളായത് 4 പേർ? ഈ 4 പേരുടെ മൊഴിയല്ലാതെ എന്താണ് തെളിവ്? ഇപ്പോൾ തെളിവെടുക്കാൻ പോകുന്നു. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ഫോൺ പിടിച്ചെടുക്കാൻ നോക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് അതൊക്കെ പറയാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിന്റെ പുറകെ അല്ല സർ. ഞങ്ങൾക്ക് 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കൃത്യമായിട്ടുള്ള വികസനം ഈ ജനങ്ങളോട് സംവദിക്കുകയാണ്. ഞങ്ങൾ വികസനം ചർച്ച നിങ്ങൾക്ക് വികസനം സംബന്ധിച്ച് മതിയായില്ല, നിങ്ങൾക്ക് അയോധ്യ നടപ്പാക്കിയിട്ട് മതിയായില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന നടപ്പാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വെപ്രാളം. ശ്രീ ഉല്ലാസ് ബാബു, നിങ്ങളുടെ വെപ്രാളം പ്രതിപക്ഷം ഭൂരിപക്ഷം നേടുമെന്ന ഭയത്താലാണ്. വെപ്രാളമൊന്നുമല്ല. സ്മൃതി പരുത്തിക്കാട് അടങ്ങുന്ന ഈ പാനലിലെ ഇന്ത്യ മുന്നണിയോട് ഞാൻ പറയുന്നു, നിങ്ങൾ തോൽക്കും. ഞങ്ങൾ മത്സരിക്കുന്നത് ജനങ്ങളുടെ കാര്യം പറഞ്ഞിട്ട്. ശരി, അത് ഞാനൊരു അപമാനമായി കാണുന്നില്ല. താങ്കൾ എന്നെ ഇന്ത്യ മുന്നണി വിളിച്ചോളൂ. അതൊരു അപമാനമായി കാണുന്നില്ല ശ്രീ ഉല്ലാസ് ബാബു, അതൊരു അപമാനമായി കാണുന്നില്ല. ആയിക്കോട്ടെ, നിങ്ങളത് സ്വീകരിച്ചോളൂ. ഞാൻ അതിനെതിരാണെന്നേ പറഞ്ഞുള്ളൂ. ശരി ശ്രീ ജിൻഡോ ജോൺ, ഒരു ചോദ്യത്തിനും കൃത്യമായ മറുപടിയില്ല. നിയമപരമായി നേരിടുന്നു. ഒരു കാര്യമുണ്ട്, കോടതി എന്തു പറയുന്നു, കോടതി എന്തെടുക്കുന്നു തീരുമാനങ്ങൾ എന്നുള്ളതാണ് അവരുടെ ഒരു ആയുധമായി മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് 2 തവണ ഹൈക്കോടതിയിലേക്ക് പോയതാണല്ലോ. 2 തവണയും ഹൈക്കോടതി നിങ്ങളുടെ ഹർജി എടുത്ത് തള്ളി.
ഇനി ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അവിടെ പോകുമ്പോഴും നിങ്ങൾക്ക് പറയാവുന്ന ഒരേ ഒരു വാദം, ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പോയില്ലേ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം നടക്കുന്ന കാര്യങ്ങൾ എന്ന മട്ടിലേ നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാൻ പറ്റൂ. അതല്ലാതെ പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ പറയുന്ന ഇത്രയും കോടിയുടെ കണക്ക്, ഇത്രയും കോടി പണം നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ പണം പോലും ഇല്ല. നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റിനില്ല, പണമില്ല. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടും ശ്രീ ജിൻഡോ ജോൺ? എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ എന്ത് വാദമുഖമാണ് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക? അല്ല സ്മൃതി, ഇതിൽ ഞങ്ങൾ കോടതിയിൽ പോകുമ്പോൾ ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത് ഇത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു നടപടിയാണ്. അതിലൊന്നും ഒരു സംശയവും വേണ്ട. അങ്ങനെ തന്നെയാണ് പോകാൻ പോകുന്നത്. ഏകപക്ഷീയമാണ്. കാരണം BJP ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക്, അതിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ എടുക്കുന്ന ഈ നടപടി ഇത് ഏകപക്ഷീയമാണ് എന്ന് മാത്രമല്ല, ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം പ്രതിപക്ഷ മുന്നണിയിലുള്ള ഇലക്ഷൻ പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ ചില്ലിക്കാശും പറക്കിയെടുത്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോകുന്നത്. ഇത് നോൺ ഡെമോക്രാറ്റിക് അലയൻസ് ആണ്. ഇവിടെ ജനാധിപത്യത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത NDA മുന്നണി ഈ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് നയിക്കുന്നതിന്റെ അവസാന സ്റ്റെപ്പാണിത്. ഇപ്പൊ ഇവർ പറയുന്നില്ലേ വികസന നേട്ടങ്ങളെ കുറിച്ചിട്ട് സംവദിക്കുമെന്ന്. ഇവര് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യമുണ്ടോ? ഗ്യാസിന്റെ വില കുറച്ചോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യമുണ്ടോ? വിലക്കയറ്റം നിയന്ത്രിച്ചോ? അല്ലെങ്കിൽ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് 90% ചെറുപ്പക്കാർക്കാണ് തൊഴിലില്ലാത്തത് എന്നുള്ള കണ്ടെത്തൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാതിരിക്കുകയും ഇവിടെ വിലക്കയറ്റത്തിൽ ദുരിതം അനുഭവിക്കുകയും ഇവിടെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ഈ രാജ്യത്തെ ജനങ്ങളെ തള്ളിവിടുകയും ചെയ്ത ഒരു സർക്കാർ അവരുടെ വികസന നേട്ടത്തെ കുറിച്ചിട്ട് സംവദിക്കാൻ അവർക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് അവർ ഇത്തരം നാടകങ്ങളൊക്കെ എടുക്കുന്നത്. അവർ CA എടുത്തു, രാമക്ഷേത്ര നിർമ്മാണത്തെ കുറിച്ചും എടുത്തു. പക്ഷെ ഇതിലൊന്നും കാര്യമായിട്ട് ഇന്ത്യൻ ജനത, പട്ടിണിയിൽ കിടക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ, ദാരിദ്ര്യത്തിൽ ഉടലുന്ന ആളുകൾ ഇതിനൊന്നും പിടിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ പ്രതിപക്ഷ ചേരിയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. ഒരു വശത്ത് നമ്മളിപ്പോൾ കാണുന്ന വാർത്തകൾ കാണുന്നില്ലേ, 1 കോടി രൂപയുടെ വെച്ച് 10,000 ഇലക്ട്രൽ ബോണ്ട് അച്ചടിക്കാൻ BJP സർക്കാർ നിർദ്ദേശം നൽകിയതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരിക. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താ, മിനിമം 10,000 കോടി രൂപ കൂടി ഈ ഇലക്ഷന് മുമ്പ് ആർജിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമം നടത്തി. സുപ്രീം കോടതിയിൽ നിന്ന് ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒരു വിധി വന്നതുകൊണ്ട് ഇവർ അങ്കലാപ്പിലായി. ഇവർ ശേഖരിച്ചു വച്ചിരിക്കുന്ന പണം കൊണ്ടൊന്നും പ്രതിപക്ഷ മുന്നണി നയിക്കുന്ന ഇലക്ഷൻ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പ്രതിപക്ഷ മുന്നണിയിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പോസ്റ്റർ ഒട്ടിക്കാനും അല്ലെങ്കിൽ യാത്ര ചെയ്യാനും പോലുള്ള മുഴുവൻ പണവും പിടിച്ചെടുത്തുകൊണ്ടുള്ള ഒരു ശ്രമത്തിലേക്ക് പോകുന്നത്. ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന BJPയുടെ നിലപാടിന്, BJPയുടെ താല്പര്യത്തിന് ആരാചാരണ പണിയെടുക്കുന്ന പരിപാടിയാണ് ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. ED അയക്കുന്ന ഓരോ നോട്ടീസും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ വിധിന്യായമായിട്ട് നമുക്ക് കാണാൻ പറ്റൂ. പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇലക്ഷനെ ഫേസ് ചെയ്യാൻ ഒരു രൂപ പോലും ഇല്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അവരെ അങ്ങ് അസ്ഥിരപ്പെടുത്തി കളഞ്ഞാൽ BJP ഉന്നയിക്കുന്ന പോലെ 400ലേക്ക് എത്താമെന്നാണ് വിചാരിക്കുന്നത്. ഒരു കാരണവശാലും 400 പോയിട്ട് അധികാരത്തിലേക്ക് അടുക്കാൻ പോലും ഇവർക്ക് സാധിക്കില്ല. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ 10 വർഷം കൊണ്ട് ഇവർ നടത്തിയിട്ടുള്ള അഴിമതിയും കൊള്ളയ്ക്കും ഒരു കണക്കുണ്ടോ? ചൈനീസ് കമ്പനികളിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഗാൽവാൻ കുന്നുകളിൽ ഇന്ത്യയുടെ പട്ടാളക്കാർ ചൈനീസ് പട്ടാളവുമായിട്ട് മൽപ്പിടുത്തം നടത്തി കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ചൈനീസ് കമ്പനികളിൽ നിന്ന് 12,500 കോടി രൂപ PM കെയേഴ്സിലേക്ക് വരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അദ്ദേഹം 2014 അധികാരം ഏൽക്കുന്നതിന് മുമ്പ് പറഞ്ഞത് 56 ഇഞ്ച് നെഞ്ച് കാണിച്ച് ചൈനയെ ഞാൻ പേടിപ്പിക്കും, പാകിസ്ഥാനെ കണ്ണുരുട്ടി കാണിക്കും എന്നൊക്കെയാ. പക്ഷേ ഇപ്പോൾ ചൈനീസ് കമ്പനികളിൽ നിന്ന് പണം വാങ്ങി ഇന്ത്യയുടെ ഭൂമി ചൈനയ്ക്ക് കയ്യേറാൻ വിട്ടുകൊടുത്തിട്ട് മിണ്ടാതിരിക്കുന്ന നരേന്ദ്രമോദിയെ കുറിച്ച് പറയാൻ BJP തയ്യാറാകുമോ? ഇനി റഷ്യയില് വ്ളാഡിമിർ പുടിൻ അവിടുത്തെ പ്രതിപക്ഷ ചേരിയിലുള്ള മനുഷ്യരെ, നേതാക്കന്മാരെയൊക്കെ വിഷം കൊടുത്ത് കൊല്ലുന്നതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പക്ഷേ ഇന്ത്യയിലെ വ്ളാഡിമിർ പുടിനായിട്ടുള്ള നരേന്ദ്രമോദിക്ക് നേരിട്ട് അങ്ങനെ നടത്താൻ പറ്റാത്തതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾ പ്രവഹിച്ചുകൊണ്ട്, വിഷം വമിപ്പിച്ചുകൊണ്ട് ഭിന്നിപ്പുണ്ടാക്കി അധികാരത്തിലേക്ക് വരാൻ ശ്രമിച്ചു. പക്ഷെ അതും പരാജയപ്പെടുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ എല്ലാ രീതിയിലും അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഈ പണമൊക്കെ പിടിച്ചെടുക്കുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. സ്മൃതി തന്നെ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു, 95% കേസുകളും EDയുടെയും CBIയുടെയും അടക്കമുള്ള കേസുകളൊക്കെ എടുത്തത് പ്രതിപക്ഷ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ആളുകൾക്കെതിരെയാണ്. 121ൽ 115 കേസുകളും. ആ 115 കേസുകളിൽ തന്നെ 71 നേതാക്കന്മാർ ഓൾറെഡി BJPയിലോ അല്ലെങ്കിൽ BJPയുടെ ഘടകകക്ഷികളിലോ ചെന്ന് ചേക്കേറി. ഈ 71 നേതാക്കന്മാരെ വെളുപ്പിച്ചെടുത്ത പ്രസ്ഥാനത്തിന്റെ പേരെന്താ? BJP എന്ന്
ഒന്ന് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ച വാഷിംഗ് മെഷീന്റെ പേരെന്താ? EDയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും അടക്കമുള്ള നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളാണ്. അപ്പോ ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് എല്ലാ രീതിയിലും അവരിലേക്ക് ആളുകളെ അടുപ്പിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഈ ശ്രമത്തെയൊക്കെ പ്രതിപക്ഷ മുന്നണി, ഇന്ത്യ മുന്നണി അതിജീവിക്കുക തന്നെ ചെയ്യും. കാരണം BJPയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ തന്നെ എടുക്കുന്ന സ്റ്റാൻഡ് എന്താ? കൃത്യമായിട്ടുള്ള ഒരു ചോദ്യത്തിനും മറുപടിയില്ല. എന്തുകൊണ്ട് കോൺഗ്രസിനെതിരെ, എന്തുകൊണ്ട് CPM-നെതിരെ, എന്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെതിരെ, എന്തുകൊണ്ട് CPI-ക്കെതിരെ ഒക്കെ എടുക്കുന്ന EDയുടെ നിലപാടിന്റെ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ നിലപാടിന്റെ അതേ മാനദണ്ഡം BJPക്കെതിരെ ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവില്ല. അതിനും കൂടി ഉത്തരം വേണമല്ലോ. ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കാലാകാലങ്ങളിൽ ഇന്ത്യൻ ജനാധിപത്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയുണ്ട്. ഏതാ? ആർക്കാണ് സാർ പരാതി കൊടുക്കേണ്ടത്? ഏത് ഓഫീസിലാണ് പരാതി കൊടുക്കേണ്ടത്? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ പോലും മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും BJP സംഘപരിവാർ കയ്യേറിയിരിക്കുന്നു. ആർക്കാണ് പരാതി കൊടുക്കേണ്ടത്? താങ്കൾ പറയൂ. നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ഏത് ഏജൻസിയുടെ രാജ്യത്ത് നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ഏത് ഭരണഘടനാ സ്ഥാപനമുണ്ട്? ഒരൊറ്റ കാര്യം സൂചിപ്പിച്ചു. വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി ചെയ്യും. അത് ഞങ്ങൾക്ക് ഭംഗിയായിട്ട് ജനങ്ങളുടെ സുപ്രീം കോടതി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണല്ലോ കാര്യം വരുമ്പോ സുപ്രീം കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി BJPയുടെ സുപ്രീം കോടതിയാണല്ലോ. കോടതിയിലേക്ക് എത്തുമ്പോൾ, സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷയുണ്ട് എല്ലാ കാര്യത്തിലും. ആയിക്കോട്ടെ, അവര് ഹൈക്കോടതിയിൽ പോയ സമയത്ത് ഞാൻ സുപ്രീം കോടതിയുടെ കാര്യമാണ് പറയുന്നത്. ഒരു ചോദ്യത്തിനും താങ്കൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. CIT-യിൽ ആയിക്കോട്ടെ, സുപ്രീം കോടതിയിൽ അവർ പോയിക്കോട്ടെ. താങ്കളോട് ഈ ചർച്ചയിൽ സ്മൃതി ചോദിച്ച ഒരു ചോദ്യത്തിനും താങ്കൾക്ക് ഉത്തരമുണ്ടായില്ല. എന്റെ ടേണിൽ ഞാൻ ഉത്തരം പറയുമ്പോൾ താങ്കൾ ഇടപെടാതിരിക്കാനുള്ള സാമാന്യമായ ചോദ്യത്തിനും ഉത്തരവുണ്ട്. സ്മൃതി ചോദിച്ച തെരഞ്ഞെടുപ്പിൽ കൃത്യമായി മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ 10 വർഷക്കാലം ഇങ്ങനെ മുന്നോട്ട് വെച്ചിട്ട് കാര്യമില്ല. പറഞ്ഞാൽ അത് എന്റെ പാർട്ടിയുടെ പ്രഫുൽ പട്ടേൽ എങ്ങനെയാണ് കുറ്റവിമുക്തനായത്? ഇപ്പോൾ BJP നേതാക്കൾ, NDA-യിലേക്ക് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ എങ്ങനെയാണ് ഇപ്പോൾ പരിശുദ്ധരായി തീർന്നത്? എങ്ങനെയാണ് പല നേതാക്കളും, നിങ്ങൾ അഴിമതി വീരന്മാരെന്ന് പറഞ്ഞ പല നേതാക്കളും ഇപ്പോൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെട്ടത്? ഒന്ന് വിശദീകരിക്കാമോ? അങ്ങനെയാണെങ്കിൽ ആ അരുൺകുമാറിനോടൊന്ന് ചോദിക്കേ, മാണി എങ്ങനെയാണ്, മാണിയും മാണിയുടെ മകനും കാശെണ്ണി താങ്കളോട് ചോദിച്ച 4-5 ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞ ശേഷം അങ്ങോട്ട് രാഷ്ട്രീയമൊന്നും അരുൺകുമാറിനോട് ചോദിക്കണം. അല്ല, എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. അരുൺകുമാറിനോട് ചോദിക്കാനുള്ള മാന്യത കൂടി കാണിക്കണം. അരവിന്ദ് കെജ്രിവാൾ പറയാം. ഞാൻ പറയുന്ന കാര്യം ഇൻകം ടാക്സ് റെയ്ഡുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യത്തിന് BJP മറുപടി നൽകിയിട്ടില്ല. ഞാൻ കാര്യം ചോദിക്കുക, ഇടയ്ക്കിടയ്ക്ക് അത് ഇത് നിങ്ങൾക്കല്ല, നിങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു ടോളറൻസ് എന്ന് പറയപ്പെടുന്ന പദത്തിന്റെ അർത്ഥം, ടോളറൻസ് BJP-യിൽ നിന്ന് തന്നെ പഠിക്കണം. താങ്കളൊന്ന് പറയൂ. ഒരു കാര്യം പറയുമ്പോൾ കണ്ട് എന്തായാലും സ്മൃതിയിൽ നിന്ന് പഠിക്കണ്ട. എന്തായാലും ഒരു സംശയലേശം എന്നെ പറയാം. ഈ കാര്യം കേൾക്കാനുള്ള മാന്യത നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ചോദിച്ചു, നിരവധി നേതാക്കന്മാർ BJP-യിലേക്ക് വരുമ്പോൾ അവർ മുൻപേ അവർക്ക് ആരോപണം നേരിട്ട വിഷയങ്ങൾ കൃത്യമാക്കുന്നു. ജിൻഡോ ജോണും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരൊക്കെ നിരവധിയായി പറഞ്ഞു നടക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, അരവിന്ദ് കെജ്രിവാളിനെതിരെ 2023 പ്രസംഗിച്ച അതേ കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള മാക്കനും അതേപോലെ തന്നെ സുപ്രിയയും അടക്കമുള്ള ആളുകൾ, സുപ്രിയ ഷിൻഡെ അടക്കമുള്ള ആളുകൾ അവർ അന്ന് ഉന്നയിച്ച വിഷയം അവർ നിലനിർത്തുന്നുണ്ടോ? മാണിയെ കുറിച്ചൊക്കെ പറഞ്ഞ വാക്കുകൾ ഇന്നും അതേപോലെ നിലനിർത്തുന്നുണ്ടോ? നിരവധി രാഷ്ട്രീയ വ്യക്തികൾ LDF-ലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിനോടുള്ള സമീപനം അടക്കം മാറ്റുന്നുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വന്നത് അപ്പോൾ എങ്ങനെ അവർ കുറ്റവിമുക്തമായി എന്ന് നിങ്ങൾ ചോദിച്ചു. കുറ്റവിമുക്തമാവുകയല്ല. രാഷ്ട്രീയത്തിൽ ഒരു നേതാക്കന്മാർ അവരുടെ മുൻകാലത്തിൽ അവർ ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ നിലപാടുകളെ രാഷ്ട്രീയ സംഘടനകളെ കൃത്യമായി മുന്നോട്ട് ശ്രീ ഉല്ലാസ് ബാബു, ഇലക്ട്രൽ ബോണ്ട് അടക്കം ഈ
ഈ ഇ ഡി റെയ്ഡിനൊക്കെ ശേഷമാണല്ലോ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി BJPക്ക് പണം കൊടുക്കുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, ഒരു മിനിറ്റ്. വികസന നയങ്ങൾ അംഗീകരിക്കുകയും ശ്രീ ഉല്ലാസ് ബാബു, വികസനം ഞാൻ പറയാം, വികസനത്തിന്റെ കണക്ക് പറയാം. വെയിറ്റ്, വികസനത്തിന്റെ കണക്ക് പറയാം. താങ്കൾ ഈ പറഞ്ഞല്ലോ, എന്തിന് നിങ്ങളാണല്ലോ, ഇല്ലല്ലോ ഒരു മിനിറ്റ് ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾ കേൾക്കൂ. താങ്കൾ പറഞ്ഞല്ലോ എന്തിനാണ് നിങ്ങളാണല്ലോ ആദ്യം പരാതി കൊടുത്തത് കേജ്രിവാളിനെതിരെ എന്ന് പ്രതിപക്ഷത്തോട് പറഞ്ഞല്ലോ. പ്രതിപക്ഷം പറയുന്നുണ്ട് ശരിയാണ്, ആ കേസുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ട്, പക്ഷേ എപ്പോഴാണ് അറസ്റ്റ് എന്നുള്ളതാണ് പ്രധാനം. എപ്പോഴാണ് അറസ്റ്റ്? മദ്യനയ അഴിമതി കേസ് ഉന്നയിച്ച ഘട്ടത്തിലല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം നിങ്ങൾ പ്രതിപക്ഷ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ തിരിയുന്നു എന്നിടത്താണ് അവർ ഐക്യപ്പെടുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, അവർ ആ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടുണ്ട്. ശ്രീ ഉല്ലാസ് ബാബു, നിങ്ങളാണ് ഉത്തരം നൽകാത്തത്. 1800 കോടിയുടെ ഇടപാട് നടന്നു എന്ന് പറയുന്ന യെദ്യൂരപ്പയുടെ ഡയറി ഉണ്ടല്ലോ. എന്തെങ്കിലും അന്വേഷണം നടന്നോ? സഹാറ ബിർള കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരടക്കം അതിലുണ്ട്. എന്ത് അന്വേഷണം എവിടെ വരെ എത്തി? ഒന്ന് പറയാമോ? നിങ്ങൾ അങ്ങോട്ടുള്ള ചോദ്യങ്ങൾക്ക് മറു ചോദ്യങ്ങളല്ല മറുപടി. ശ്രീ ഉല്ലാസ് ബാബു, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു കാര്യവുമില്ല. നിങ്ങൾ മൈക്രോസ്കോപ്പും വെച്ച് BJPന്റെ ഓഫീസിലേക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്ത് വളരെ കൃത്യമായിട്ട് ഭരിച്ചിട്ടുണ്ട്. നാളെ ഇപ്പോൾ കേജ്രിവാളിന് പിന്തുണയുമായി ഡൽഹിയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിക്കുന്നുണ്ട്, ഒരു മഹാറാലി സംഘടിപ്പിക്കുന്നുണ്ട്. അതിലപ്പുറം പ്രതിപക്ഷം എത്രത്തോളം ഒരുമിച്ചാണ് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇതിപ്പോൾ 1-2 കേസുകളല്ല, ഓരോ പാർട്ടികളുടെ നേതാക്കളെയും ഒക്കെ പല രീതിയിൽ വേട്ടയാടുന്നത് തുടരുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്രവചിക്കാനാവാത്ത അവസ്ഥയുമുണ്ട്. ലോകരാജ്യങ്ങളടക്കം പ്രതികരിക്കുന്ന അവസ്ഥയുണ്ട്. ഇവിടെ പ്രതിപക്ഷം ഏതൊക്കെ രീതിയിൽ ഒരുമിക്കാനാണ് സാധ്യത? ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷം നിങ്ങൾ UDF-ഉം LDF-ഉം രണ്ട് ഭാഗത്തു നിന്നും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നു. അപ്പുറത്ത് ഒന്നിക്കേണ്ട ഒരു സാഹചര്യവുമുണ്ട്. പക്ഷെ എത്രത്തോളം ഒന്നിക്കുന്നുണ്ട്? ഞാൻ പറയുന്നത് കോൺഗ്രസും CPM മാത്രമല്ല. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ കടന്നു പോകുന്നത്. പണ്ട് നമ്മൾ CBI-യുമായി ബന്ധപ്പെട്ട സിനിമ കാണുമ്പോൾ ഡമ്മി ടു ഡമ്മി എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഡമ്മി വച്ചിട്ടാണ് അതിന്റെ അന്വേഷണം എല്ലാം പോകുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാം മാപ്പുസാക്ഷിയെ വെച്ചിട്ടാണ് അന്വേഷണം. മാപ്പുസാക്ഷി എന്ന് പറഞ്ഞാൽ സഹപ്രതിയെ ഉറ്റിക്കൊടുത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രോസിക്യൂഷന്റെ സൈഡ് ചേരുന്ന ആളാണ് മാപ്പുസാക്ഷി. ഇപ്പൊ ഇതിൽ ശരത് റെഡ്ഡിയാണല്ലോ ഈ മദ്യ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ആള്. അദ്ദേഹം സാക്ഷിയായി മൊഴി രേഖപ്പെടുത്തുമ്പോൾ കെജ്രിവാളിന്റെ പേരില്ല. രണ്ടാമത് മൊഴി രേഖപ്പെടുത്തുമ്പോഴും കെജ്രിവാളിനെ കുറിച്ചൊരു വാക്കുപോലും ഇല്ല. മൂന്നാമത് മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് അദ്ദേഹം സാക്ഷി പ്രതിയായി മാറുന്നത്. ആ പ്രതിയായി മാറി അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിൽ കോടിക്കണക്കിന് രൂപ കൊടുത്തപ്പോ ആ പ്രതി മാപ്പുസാക്ഷിയായി മാറുകയാണ്, കെജ്രിവാളിന്റെ പേര് വരികയാണ്. അതായത് ഒരു ക്രിമിനൽ കേസിൽ എങ്ങനെ രാഷ്ട്രീയ വിരോധമുള്ളവരെ, എതിരാളികളെ അതിലേക്ക് ആഡ് ചെയ്തെടുക്കാം, എങ്ങനെ പ്രതിയാക്കി മാറ്റാം എന്നതിനെ കുറിച്ച് ഇവിടെ NDA ഗവേഷണം നടത്തുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങ് അവസാനം കുറച്ച് ചോദ്യം കോൺഗ്രസ് BJPയുടെ പ്രതിനിധിയോട് ചോദിച്ചു, ഒന്നും മറുപടി കിട്ടിയില്ല. ശാരദാ ചിട്ടി ഏറ്റവും വലിയ BJPയുടെ തെരഞ്ഞെടുപ്പ് സമയത്തടക്കം ഉള്ള മുദ്രാവാക്യമായിരുന്നു, എവിടെ പോയി? അതുപോലെ ഗുവാഹത്തി ജലവിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി ആരോപണം എവിടെ പോയി? ഹേമന്ത വിശ്വ ശർമ്മ BJP-ആയി മാറിയോടുകൂടി ആ അഴിമതിയൊക്കെ പോയി. നാരദ ഒളി ക്യാമറ കേസ് എത്ര വലിയ രൂപത്തിൽ BJP ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. സുവേന്ദു അധികാരി BJP-ആയി മാറിയോടുകൂടി ആ കേസില്ല. ആദർശ് ഭവന പദ്ധതി 2014 മുതൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ BJP ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അശോക് ചൗഹാൻ BJP-ആയി മാറിയോടുകൂടി അതില്ലാതായി മാറി. ലൂയിസ് ബർജർ ജലവിതരണ പദ്ധതി അത് ദിഗംബർ കാമത്ത് BJP-ആയി മാറിയോടുകൂടി ആ കേസ് ഇല്ലാതായി. അതുപോലെ സഹകരണ ബാങ്ക് തട്ടിപ്പ് മഹാരാഷ്ട്രയിലെ അജിത് പവാർ അത് BJP-ആയി മാറിയോടുകൂടി അത് പോയി. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയം കഴിഞ്ഞ 8-9 വർഷമായി ചർച്ച ചെയ്ത മുഴുവൻ കേസുകളും ആ ആരോപണ വിധേയരായവർ BJP-ആയി മാറിയതോടുകൂടി ഇല്ലാതായി. അതുകൊണ്ട് അങ്ങ് ചോദിച്ച ചോദ്യം, ഈ തെരഞ്ഞെടുപ്പ് നാളുകളിൽ ഇനിയും കള്ളക്കേസുകൾ വരാം, സാമ്പത്തികമായിട്ടുള്ള ഉപരോധങ്ങൾ വരാം, രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം. എന്തിന്? തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും പ്രതിപക്ഷ മുന്നണിയെ വിലക്കുന്ന തരത്തിലേക്ക് പോകാം. കാരണം അധികാരത്തിന്റെ മത്തു പിടിച്ചു പോയിരിക്കുന്നു സംഘപരിവാർ. അവർക്ക് അധികാരമില്ലാത്ത ഈ രാജ്യത്ത് തുടരാൻ കഴിയില്ല. അങ്ങ് ചോദിച്ചു യെദ്യൂരപ്പ ഡയറീസിനെ കുറിച്ച്, സഹാറ ഡയറീസിനെ കുറിച്ച്. ജെയിൻ ഡയറീസ് ഉണ്ട്, ബിർള ഡയറീസ് ഉണ്ട്, ബംഗാരി ലക്ഷ്മണന്റെ വലിയ അഴിമതി കഥകളൊക്കെ രാജ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. BJP ആണോ? എന്തു തോന്നിവാസവും ചെയ്യാം, എന്തു ജനാധിപത്യ വിരുദ്ധ പ്രവൃത്തിയും ചെയ്യാം. BJP ആകണം. ഇപ്പൊ ഒരു നേതാവ് പറഞ്ഞല്ലോ, ഹർഷവർദ്ധൻ പട്ടേൽ പറഞ്ഞു, കോൺഗ്രസിന്റെ നേതാവ്, ഞാൻ BJP-ആയി മാറിയത് കൊണ്ട് സമാധാനപരമായി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു.
പല നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അശോക് ചൗഹാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാ പറഞ്ഞു, എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ BJP ആകാൻ പോകുന്നു എന്ന്. അങ്ങനെ നിർവാഹമില്ലാത്ത പലരും രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകേണ്ടി വരികയാണ്. ഇപ്പോ തോമസ് ഐസക്കിന്റെ പുറകെ ഇറങ്ങിക്കൂടിയിട്ടുണ്ട്. ED മറ്റു പല സംസ്ഥാനങ്ങളിലും, ആദായ നികുതി വകുപ്പ് മറ്റു പല സംസ്ഥാനങ്ങളിലും പോകുന്നുണ്ട്. എന്തിനാണ് സമൻസ് എന്ന് ചോദിച്ചാൽ അതിന് പോലും മറുപടിയില്ല. ഇപ്പൊ സുപ്രീം കോടതിക്ക് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം പരിശോധിക്കും. നിങ്ങളുടെ അതിരുകൾ ലംഘിക്കുന്നു, നിങ്ങൾ ജനാധിപത്യപരവും നിയമപരവുമായിട്ടുള്ള മര്യാദ ലംഘിക്കുന്നു എന്ന് പരസ്യമായി പറയുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ സുപ്രീം കോടതി ഗവർണർമാർക്ക് അന്ത്യശാസനം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ്. ഗവർണർമാർക്കെതിരെ ഇത്രയധികം കേസുകൾ വരുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഗവർണർമാർ അധികാര പരിധി വിട്ട് പെരുമാറരുത് എന്നൊരു മുന്നറിയിപ്പാണ് ഒരു പൊതുപരിപാടിയിലാണ് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞത്. സ്മൃതി, അത് മാത്രമല്ല, സുപ്രീം കോടതിയിൽ തന്നെ BJP സൈഡിൽ നിൽക്കുന്ന അവരുടെ അഭിഭാഷക സംഘടനയുടെ ഭാരവാഹികൾ 400 പേർ കത്തെഴുതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൊടുക്കുകയാണ്. അടുത്ത കാലത്ത് വന്ന വിധിന്യായങ്ങൾ പല രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. നിയമം നോക്കിയിട്ടല്ലേ വിധി പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം സുപ്രധാനമായിട്ടുള്ള വിധി പുറത്തു വന്നപ്പോഴാണ് അതിന്റെ പിന്നിലുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ചർച്ചയാക്കപ്പെട്ടത്. എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് മേടിക്കാൻ വേണ്ടി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വരെ ദുരുപയോഗം ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ പേര് വെളിപ്പെടുത്താത്തവർ എന്തിനു വേണ്ടി പലതരത്തിലുള്ള ഗവൺമെന്റ് ഉത്തരവുകൾ സമ്പാദിക്കാൻ, ആനുകൂല്യം സമ്പാദിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കിയത് എന്തിന് എന്നതിനെ കുറിച്ചെല്ലാം സജീവമായിട്ടുള്ള ചർച്ച. ഈ ചർച്ച BJP 350, 400 ഒക്കെ വലിയ തരത്തിൽ ആശിച്ചാൽ അതിലേക്കൊന്നും എത്തില്ലെന്നും BJP കഴിഞ്ഞ തവണ നമുക്കറിയാം, ഇവിടെ മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ മോഡിയാണ് ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം വെക്കുന്നു. മോഡി ഒരു ഗ്യാരണ്ടിയുമല്ലെന്നും ഈ 10 വർഷം ജനവിരുദ്ധ നയങ്ങൾ മാത്രമായിരുന്നുവെന്നും കോർപ്പറേറ്റുകളാണ് വളർന്നിരിക്കുന്നതെന്നും സാധാരണക്കാർ കൂടുതൽ പട്ടിണിപ്പാവങ്ങളായി മാറിയെന്നും ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും എന്നേക്കുമായി തകർക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ തകർക്കപ്പെട്ടപ്പോൾ UN-ഉം ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും എല്ലാം വലിയ തരത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തുന്നതും അമേരിക്കയും ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ പ്രതികരിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ തർക്കങ്ങൾ ഈ 28 അംഗ രാഷ്ട്രീയ പാർട്ടികൾ, 28 അംഗ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് വളരെ ഐക്യത്തോടെ ഈ സമാനതകളില്ലാത്ത ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും, ഈ അധികാരത്തിലേക്ക് തിരിച്ചു വരും, ഈ ജനവിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കും, ഭരണഘടന സംരക്ഷിക്കും. ഈ രാജ്യത്തെ നിലനിൽക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ യോജിച്ച പോരാട്ടം നടത്തും, അതിൽ യാതൊരു സംശയമില്ല. ശരി, ശ്രീ ജിൻഡോയിലേക്ക് വരുന്ന മുമ്പ് ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾ ആവർത്തിച്ച ഈ വികസനത്തെക്കുറിച്ചും 10 വർഷത്തെ നേട്ടത്തെക്കുറിച്ചും പറഞ്ഞതുകൊണ്ട് ഇവിടെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക പ്രതിസന്ധി, ഇതൊക്കെ അതിൻ്റെ കണക്കുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് നിലവിലുള്ളതെന്ന് മുൻപ് തന്നെ ഒട്ടേറെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ദേശീയ സാമ്പിൾ സർവേ കണക്ക് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് 9%. 2016 ശേഷമുള്ള ഏറ്റവും കൂടിയ നിരക്കാണിതെന്ന് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമി വിലയിരുത്തുന്നു. അപ്പോൾ അവിടെയും ഇവിടെയും തയ്യാറാക്കിയ കണക്കല്ല. മാത്രമല്ല, അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ സംബന്ധിച്ച് ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. സെക്കൻഡറിയോ അതിൽ കൂടുതലോ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരുടെ തൊഴിലില്ലായ്മ 2022 65.7% കൂടിയിരിക്കുന്നു. 2000 അത് 35.2% ഇപ്പോൾ ഇരട്ടിയോളമായി. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ മുൻനിർത്തി അന്താരാഷ്ട്ര തൊഴിൽ സംഘടനകളും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റും ചേർന്ന് തയ്യാറാക്കിയ 2024 റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരമുള്ളത്. ഈ കണക്കുകളോടുള്ള പ്രതികരണം. നരേന്ദ്രമോദി സർക്കാർ 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന സമയത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ചെറുപ്പക്കാരെ കൊണ്ട് സ്വയം പര്യാപ്തത നേടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുദ്രാ ബാങ്ക് പദ്ധതികളും സ്റ്റാർട്ടപ്പ് പദ്ധതികളും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും സ്റ്റാർട്ടപ്പ് പദ്ധതിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മൈക്രോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായിട്ട് വിവിധ സ്റ്റാൻഡപ്പ് പദ്ധതികളുമൊക്കെ ഞങ്ങൾ നടപ്പിലാക്കിയത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് വനിതകൾക്കടക്കമുള്ള പ്രവർത്തികളിൽ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് ബൈ മിത്ര പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവന്നു. ദീനദയാൽ കൗശൽ യോജനയിലൂടെ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളും ഒരു വ്യക്തി വളർന്നു വരുന്ന സമയത്ത് വിദ്യാഭ്യാസം നേടിയതിന് ശേഷം സ്വയം പര്യാപ്തത നേടുന്ന ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് കൃത്യമായിട്ട് സർക്കാർ ഗ്യാരണ്ടിയായി നിൽക്കുന്ന രീതിയിലേക്ക് അവരെ സംരക്ഷണ വലയം തീർക്കുന്ന ശൈലി തന്നെയാണ്
നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഇന്ന് ഈ നിമിഷം വരെ നടപ്പിലാക്കിയിട്ടുള്ളത്. അത് കുട്ടികളുടെ കാര്യത്തിൽ ബെട്ടി ബച്ചാവോ ബെട്ടി പഠാവോ എന്ന കാര്യത്തിലായിക്കോട്ടെ, ഇൻഷുറൻസ് പദ്ധതിയുടെ കാര്യമായിക്കോട്ടെ, കർഷകൻ്റെ കാര്യത്തിൽ കിസാൻ സമ്മാൻ നിധി അടക്കമുള്ള കാര്യങ്ങൾ. കർഷകൻ്റെ കാര്യം പറയുമ്പോൾ കേരളത്തിലെ കർഷകൻ്റെ വിഷമം കാണാതെ നിങ്ങൾ പറയുന്നത് വിഷമമുണ്ട്. അവർക്ക് കൃത്യമായ താങ്ങുവില കൊടുക്കാത്തതിൽ വിഷമമുണ്ട്. അവർ ചിറ്റൂര് പോലത്തെ പ്രദേശത്ത് പാടം കത്തിച്ചു കളഞ്ഞ കർഷകനുള്ള ഈ നാട്ടിലിരുന്ന് നിങ്ങൾ അവിടേക്ക് മാത്രം നോക്കുന്നത് എനിക്ക് പരാതിയുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ഈ കേരളത്തിലെ അല്ലല്ല, കണക്ക് കൂട്ടിയപ്പോൾ തെറ്റിപ്പോയിട്ടൊന്നുമില്ല. LDF സർക്കാരിന്റെ മഹത്വം നിങ്ങൾ പറയേണ്ടപ്പ നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങളെ എനിക്ക് എന്താ പറയുക ഉദാഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. കാരണം കേരളത്തിനകത്ത് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾ വൈറ്റ് വാഷ് ചെയ്ത ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ എന്നോട് നിങ്ങളുടെ കയ്യിലെ പൈസ ഇപ്പോൾ വന്ന കണക്കുകൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ തൊഴിലാത്തവരുടെ കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മുദ്രാ ലോൺ കൊടുത്ത് ജോലിക്ക് വിടാൻ പറ്റില്ല, ബിസിനസ് നടത്താൻ പറ്റില്ല. ഒരു മിനിറ്റ് ശ്രീ ഉല്ലാസ് ബാബു. കേരളത്തിലെ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞ കുട്ടികൾ ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും പോളണ്ടിലേക്കും അങ്ങ് വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേന്ദ്രത്തിനെതിരെ വിമർശനം വരുമ്പോൾ മറു ചോദ്യമല്ല. ഏത് സർക്കാരാ? പോട്ട് പാവപ്പെട്ട അങ്കനവാടി മുതലുള്ള ചെറുപ്പം കുട്ടികൾക്ക് ഒരു പോഷകാഹാരം കൊടുക്കാൻ കഴിവും പ്രാപ്തിയും ഇല്ലാത്ത അരുൺകുമാറിന്റെ പാർട്ടിയോടാണ് തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പാതി വരെ. ഉല്ലാസ് ബാബുവിന് മറുപടിയില്ല എന്ന് അങ്ങനെ സ്തോത്രം പറയാതെ ഉല്ലാസ് ബാബുവിനോട് ചോദിച്ച ചോദ്യത്തിന് സമയം ഉല്ലാസ് ബാബുവിന് എങ്ങനെ മറുപടി പറയാൻ സാധിക്കുക? ബിജെപിയോട് വിരോധമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഞാൻ ചോദിക്കട്ടെ, തൊഴിലില്ലായ്മ നരേന്ദ്രമോദി സർക്കാർ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയതല്ല. സ്മൃതി പരുത്തിക്കാട് കണക്കല്ല ഞാൻ പറഞ്ഞത്. അല്ലല്ല, സ്മൃതി പരുത്തിക്കാട് അരുൺകുമാർ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞുതരാം. നരേന്ദ്രമോദി സർക്കാർ 10 വർഷക്കാലം അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായതല്ല തൊഴിലില്ലായ്മ. 2022 വേണ്ടിയുള്ള നിങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്നിടത്താണ് നിങ്ങളുടെ കാലത്ത് തൊഴിലില്ലായ്മ നിരക്ക് കൂടിയതിന്റെ കണക്ക് വരുന്നത്. നിങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്നത് കളവാണ്. നിങ്ങളുടെ കാലത്ത് തൊഴിലില്ലായ്മ നിരക്ക് കൂടിയിരിക്കുന്നു. നിങ്ങളുടെ കാലത്ത് പാർലമെന്റിനകത്ത് തൊഴിൽ രഹിതരായ അഭ്യസ്ത വിദ്യാർത്ഥി പുക ഉപയോഗിച്ച് പ്രതിഷേധവുമായി വന്നു. പുക പ്രതിഷേധം പാർലമെന്റ് കണ്ടത് നിങ്ങളുടെ കാലത്താണ് ശ്രീ ഉല്ലാസ് ബാബു. നിങ്ങളുടെ കാലത്താണ് അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ പാർലമെന്റിനകത്ത് പുക പ്രതിഷേധവുമായി വന്നത്. അവർ പറഞ്ഞത്, അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങൾക്ക് തൊഴിലില്ല എന്നാണ്. എന്താ സ്മൃതി വനിതാ ബില്ല് പാസ്സാക്കിയതിനെ കുറിച്ച് ഒരു കൈയടിക്കാത്തത്? വനിതാ ബില്ല് പാസ്സാക്കി എപ്പോ നടപ്പാക്കും? വന്ദേ ഭാരത് നിധിയിലൂടെ ട്രാൻസ്ഫർ സിസ്റ്റത്തിലൂടെ കൃത്യമായി പൈസ കർഷകന് എത്തിച്ചതിന് എന്താ ഒന്ന് കൈയടിക്കാത്തത്? കൈയടിക്കാൻ പറ്റില്ല. അതിർത്തിയിലെ കർഷകരുടെ സമരം താങ്കൾ കണ്ടില്ലേ? അതിർത്തിയിലെ കർഷകരുടെ സമരം കണ്ടില്ലേ? ഒരു പ്രവർത്തക ശൈലി ആയതുകൊണ്ടാണ്. താങ്കളിങ്ങനെ ഒച്ചയിട്ട് ഉത്തരം പറയാതിരുന്നിട്ട് കാര്യമില്ല ശ്രീ ഉല്ലാസ് ബാബു. ജൂൺ 4-ാം തീയതി നിങ്ങൾ വായിക്കേണ്ടി കാര്യമില്ല. 400 സീറ്റുമായി ബിജെപി 3-ാം തവണ അധികാരത്തിലേക്ക് 400 സീറ്റ് പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കി 400 സീറ്റ് +30 ഒരു അംശം വേണ്ട. ഏത് വകയിൽ? എവിടെയാണ് ഈ കണക്ക്? സ്വയം ഇല്ലാതായി. അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ പറയാൻ ഇല്ലാതാകുമ്പോഴാണ് ലോകരാജ്യങ്ങൾ നിങ്ങളുടെ നേർക്ക് വിരൽ ചൂണ്ടുന്നത്. ഉല്ലാസ് ബാബു, നാഴിക്ക് 40 വട്ടം നെല്ലുമ്പോ 11 ജനാധിപത്യം എന്ന് പറഞ്ഞിരുന്നിട്ട് ജനാധിപത്യം അത്ര മോശം വാക്കല്ല. അല്ലല്ല ശ്രീ ഉല്ലാസ് ബാബു, ജനാധിപത്യം നിങ്ങൾക്ക് പരിഹസിക്കേണ്ട വാക്കല്ല, 24 മണിക്കൂർ നിങ്ങൾക്ക് പുച്ഛിക്കേണ്ട വാക്കല്ല, ആവർത്തിച്ചിപ്പോൾ പറയേണ്ട വാക്കാണ് ശ്രീ ഉല്ലാസ് ബാബു. ഇപ്പോൾ ആവർത്തിച്ച് പറയേണ്ട വാക്കാണ് ശ്രീ ഉല്ലാസ് ബാബു. ആവർത്തിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട വാക്കാണ് ശ്രീ ഉല്ലാസ് ബാബു. അതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. ജനാധിപത്യം
24 മണിക്കൂറും അരുൺകുമാർ കരഞ്ഞിട്ട് കാര്യമില്ലെന്നാ പറഞ്ഞത്. നിങ്ങൾ 543 സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പ്രാപ്തിയില്ലാത്ത പാർട്ടിയുടെ നേതാവാ. ആദ്യം ഒരു പ്രധാനമന്ത്രിയാക്കാൻ കഴിവുള്ള ഒരാളെ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളുടെ മോഹനസുന്ദര വാഗ്ദാനമൊക്കെ കൊടുത്ത് വലിയ ശുഭാപ്തിവിശ്വാസമായിട്ടെങ്കിലും ഇരുന്നോ? ഇത്തരത്തിൽ ഏകാധിപതികളായ ജനപ്രതിനിധികളുടെ അവസ്ഥ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലാണ്. ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, പിന്നെയാണ് ശ്രീ നരേന്ദ്രമോദി. ഇത്തരത്തിൽ അഹങ്കാരത്തിന്റെ ആയുധമായി മാറിയ എല്ലാ നേതാക്കന്മാരുടെ അവസ്ഥ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിൽ തന്നെയാണ്. യാതൊരു സംശയമില്ല. ശ്രീലാസ് ബാബു, താങ്കളുടെ ഓരോ വാചകങ്ങളും ഇവിടുത്തെ ആളുകൾ കാണുന്നുണ്ടല്ലോ. താങ്കളടക്കമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ ജനം കാണുന്നുണ്ടല്ലോ. നിങ്ങളിലേക്ക് ഉയരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം വ്യക്തമായ മറുപടി പറയുന്നുണ്ട് എന്നുള്ളതും ജനം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ജനം വിലയിരുത്തട്ടെ. ആത്യന്തികമായി നിങ്ങൾ എത്ര ധാർഷ്ട്യത്തിലും അഹങ്കാരത്തിലും മറുപടി പറഞ്ഞാലും തീരുമാനിക്കേണ്ടത് ജനമാണല്ലോ. ജനത്തെ ചുരുക്കി കാണാതിരിക്കൂ ശ്രീ ഉല്ലാസ് ബാബു. ജനത്തെ ചുരുക്കി കാണാതിരിക്കൂ. സ്മൃതി, ഇത് കേക്ക്. ജനത്തെ ചുരുക്കി കാണാതിരിക്കും. ജനം അത്ര വിഡ്ഢികളല്ല. ജനമെല്ലാം കാണുന്നുണ്ട്. ശ്രീ ജിൻഡോ ജോൺ, അവസാനമായി കേരളത്തിലെ ജനങ്ങളോടാ പറയണേ. ശ്രീ ജിൻഡോ ജോൺ, ജനങ്ങളോട് സ്മൃതിയിലൂടെ പറയുകയാണ്, കേരളത്തിൽ MP-മാർ ഉണ്ടാകും. സ്മൃതി ഇത് കേട്ടോ, കേരളത്തിൽ MP-മാർ ഉണ്ടാവും. തെരഞ്ഞെടുപ്പാണല്ലോ, കാണാം. ശരി, ആയിക്കോട്ടെ. ശ്രീ ജിൻഡോ ജോൺ, അദ്ദേഹത്തോടൊന്ന് നിർത്താൻ പറയൂ. ശ്രീ ജിൻഡോ ജോൺ, നിങ്ങൾ പറയുന്നു നിങ്ങൾ നിയമപരമായി നേരിടും, ആ ആത്മവിശ്വാസമുണ്ട് എന്ന് ഇന്നലെ ജയറാം രമേശ് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെടുക്കുന്ന സമയം, ആ സമയം എന്ന് പറയുന്നത് ദീർഘകാലത്തെ സമയമാണ്. അപ്പോഴേക്കും തിരഞ്ഞെടുപ്പ് കഴിയും. നിങ്ങൾ എങ്ങനെ നേരിടും? അല്ല, ഞങ്ങള് ഇത് കോടതിയിൽ, ഒരു വശത്ത് കോടതിയിൽ നടക്കുന്ന നിയമവ്യവഹാരങ്ങളും പോരാട്ടങ്ങളും നടക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ കക്ഷികളും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. BJP ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ എത്തരത്തിലാണ് ധ്വംസിക്കുന്നതെന്ന് ആളുകളെ നമ്മൾ ഉദാഹരണ സഹിതം പഠിപ്പിച്ചു കൊടുക്കുക. ഈ ചർച്ചയിൽ പോലും ജനാധിപത്യം എന്നുള്ള വാക്കിനോട് പോലും BJPയുടെ പ്രതിനിധിക്ക് എത്രത്തോളം അസ്വസ്ഥതയാണ് നിങ്ങൾ കണ്ടില്ലേ? കുറെ കാലം മുമ്പല്ലേ ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞ ഒരു ചാനലിന്റെ പ്രബീർ പ്രകാശ് എന്ന് പറഞ്ഞ ജേർണലിസ്റ്റിനെതിരെ കേസെടുത്തത് ചൈനീസ് കമ്പനിയുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണത്തിന്റെ പേരിൽ, അത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ, ഒന്നും മിണ്ടാതിരിക്കാൻ പറയും അദ്ദേഹത്തിനോട്, നരേന്ദ്രമോദി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിലാണ് ന്യൂസ് ക്ലിക്കിനെതിരെയുള്ള നടപടി സ്വീകരിച്ചത്, പ്രബീർ പുറകായത്തെ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ PM കെയർ ഫണ്ടിലേക്ക് ചൈനീസ് കമ്പനികളിൽ നിന്ന് പണം നേരിട്ട് വാങ്ങിയെന്ന് എവിഡൻസ് സഹിതം പുറത്തു വരുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമ സംവിധാനം തയ്യാറാകുമോ? പിന്നെ അദ്ദേഹം കോടതിയെ കുറിച്ചിട്ട് ഒരുപാട് പറയുമ്പോൾ P സദാശിവവും രഞ്ജൻ ഗൊഗോയും അടക്കമുള്ള ജഡ്ജിമാരുടെ ക്രെഡിബിലിറ്റി ഒക്കെ നമ്മൾ രാജ്യം കണ്ടതല്ലേ? റിട്ടയർമെന്റിന് ശേഷം ഗവർണറാകാനും രാജ്യസഭ MP ആകാനും ഒക്കെ കൊതിച്ച് ഇവർ നടത്തിയിട്ടുള്ള വിധി പ്രസ്താവങ്ങളൊക്കെ ഈ രാജ്യം കണ്ടിട്ടുള്ളതല്ലേ? അതിന്റെ മുൻകാല പ്രസക്തിയൊക്കെ നമുക്കറിയാമല്ലോ. കൽക്കട്ട ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി രാജിവെച്ച് ഇലക്ഷൻ മത്സരിക്കാൻ വരുന്ന സാഹചര്യം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചൊരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മോദി ഈ രാജ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് നൽകിയ പദ്ധതികളുടെ പേരാ ഉന്നാവോ, ഹത്രാസ്, കാശ്മീരിലെ ആസിഫ് അടക്കം നൂറുകണക്കിന് സ്ത്രീകളെ ഇന്ത്യയുടെ തെരുവീതികളിൽ വേട്ടയാടി പിടിക്കുകയും പീഡിപ്പിക്കുകയും കൊല്ലുകയും പിന്നീട് തുടർന്ന് അവരുടെ കുടുംബാംഗങ്ങളെ അടക്കം വേട്ടയാടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അത് സ്ത്രീ ശാക്തീകരണ പദ്ധതി. മൈനോറിറ്റീസിനെ, ന്യൂനപക്ഷങ്ങളെ ശാക്തീകരിക്കുന്ന പദ്ധതിയാണ് നമ്മൾ മണിപ്പൂരിൽ മാസങ്ങളായിട്ട് കാണുന്നത്. ക്രിസ്ത്യൻ മൈനോറിറ്റീസിനെ തെരഞ്ഞു പിടിച്ച്, ഗോത്രവർഗ്ഗക്കാരെ അടക്കം തെരഞ്ഞു പിടിച്ച് കൊല വിളിക്കുന്നു. എത്രയോ ആളുകൾ, 10,000-കണക്കിന് ആളുകൾ പലായനം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ 2024 ഉണ്ടായതിനു ശേഷം 2.5 മാസം കൊണ്ട് 161 ആസൂത്രിത അക്രമങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രം നടന്നിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിട്ടുള്ള ശാക്തീകരണ പദ്ധതി. ഇനി മുസ്ലിം വിഭാഗങ്ങൾക്കാണെങ്കിൽ ബുൾഡോസർ യോജനയാണ് UP-യിലും ഹരിയാനയിലും അടക്കം BJP നടപ്പാക്കുന്നത്. കർഷകർക്കായിട്ട് ആണി വിരിച്ച ഹൈവേകൾ സമ്മാനിക്കുന്നു. അദ്ദേഹം കർഷകരെ കുറിച്ചിട്ട് അഭിമാനത്തോടെ പറയുന്നത്. ഈ കർഷക സമരത്തെ അഡ്രസ് ചെയ്യാൻ BJPയുടെ നേതാവ് തയ്യാറാകുമോ? സാധാരണക്കാർക്ക് കൊടുത്തിട്ടുള്ള യോജനയാണ് വിലക്കയറ്റം, പട്ടിണി, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഇങ്ങനെ മുതലായ പരിപാടികളൊക്കെ. എല്ലാവർക്കും അവസരം ഉറപ്പാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കേണ്ടത്. അതിലേക്കാണ് കാര്യങ്ങൾ നീക്കേണ്ടത്. അതിലേക്ക് കാര്യങ്ങൾ നീക്കണമെന്ന ആഹ്വാനമാണ് ഇപ്പോൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം ആഗ്രഹിക്കുന്ന എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.